ഡി എയും ഡി ആറിനെ സംബന്ധിച്ച് നമ്മൾ നിരവധി വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകളും നമ്മളെ വിളിച്ച് പറയുന്ന ഒരു പരാതിയുണ്ട്. പരാതിയല്ല, ഒരു അഭിപ്രായമുണ്ട്. കൂടുതലും പറയുന്നത് സഹാക്കളുടെ ഫോൾഡറിൽ നിന്നാണ്. അത് നിങ്ങളെന്താ മോദിയെ പറയാത്തത്? നിങ്ങൾ കേരളത്തിൽ മാത്രം പറയും. എന്താ മോദിയെ പറയാൻ പോവുകയാണ്, കേട്ടോണം. വേറൊന്നുമില്ല. നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും അറിയാനാണ് ഈ വീഡിയോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തമ്പിൽ അവരുടെ ഫോട്ടോ, നിർമ്മല സീതാരാമൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കും, പേടിക്കണ്ട. കേന്ദ്ര ഗവൺമെൻറ് കോവിഡ് കാലത്ത് ഒരു 18 മാസത്തെ ഡി എ കൊടുക്കാനുണ്ട്, ഡി ആറും കൊടുക്കാനുണ്ട്. അത് കോവിഡ് ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. കാര്യം കോവിഡ് കാലത്ത് ഒരുപാട് ദാരിദ്ര്യവും ദുരിതവും പട്ടിണിയൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആരും ഓഫീസിലും പോയില്ല, എല്ലാവരും വീട്ടിലുണ്ടായിരുന്നല്ലോ. മഹാഭൂരിപക്ഷം വീട്ടിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കൊടുത്തില്ല. പക്ഷെ അത് അർഹതയുണ്ട് കിട്ടാൻ. അത് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അർഹതയുണ്ട്. ഭാര്യ സംസ്ഥാന ഉദ്യോഗസ്ഥ, ഭർത്താവ് കേന്ദ്ര ഉദ്യോഗസ്ഥ. ഇതിനിടയിൽ നല്ല തമാശ നടന്നത് കണ്ണൂരിലുള്ള ഒരു സഖാവും സഹാത്തിയും. സഖാവ് എന്നെ വിളിക്കുന്നു. അദ്ദേഹം പെൻഷൻ പറ്റിയതാണ്, ഭാര്യയും പെൻഷൻ പറ്റിയതാണ്. അദ്ദേഹം കേരള സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി, ഭാര്യ കേന്ദ്ര സർവീസിൽ നിന്ന് പെൻഷൻ പറ്റി. കേന്ദ്ര സർവീസിൽ ഏതോ ജോലിയിൽ നിന്ന് പെൻഷൻ പറ്റി. ഇദ്ദേഹം എന്നോട് ഇങ്ങനെ ഫോൺ എടുത്തു ഞാൻ. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും വിളിച്ച് എന്നെ അച്ഛനും അമ്മയും പറയാനല്ല. ഫോൺ നമ്പർ വെച്ചേക്കണത് സംഭാവന നൽകാനും പരസ്യങ്ങൾ നൽകാനും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരാനാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ അയക്കുന്ന നല്ല നിർദ്ദേശങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ഇതിൽ കൊടുക്കാറുണ്ട്, കൃത്യമായി കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. ഈ സഖാവ് ഈ സഖാവെന്ന് ഞാൻ കരുതുന്നു, കാരണം ആ സംഭാഷണത്തിൻ്റെ ഒരു സ്പീഡും വേഗതയൊക്കെ ഉണ്ട്. ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞോളൂ. അത് നിങ്ങൾ എന്തിനാണ് എപ്പോഴും ബാലഗോപാൽ കൊടുക്കാത്ത കാര്യം മാത്രം പറയുന്നു? ഞാൻ അതെന്ത് പറ്റി, വേറെ ആരായിരുന്നു കൊടുക്കാനുള്ളത്? അത് നരേന്ദ്രമോദി കുറച്ച് കൊടുക്കാനുണ്ട് പൈസ. ഞാൻ പറഞ്ഞു ഏത് മാസത്തെ ഏത് വർഷത്തെ? അത് പഴയ കോവിഡ് കാലത്ത് കൊടുക്കാനുണ്ട്. എൻ്റെ ഭാര്യയ്ക്ക് കിട്ടാനുണ്ട്. ഭാര്യ ഇവിടെ വർക്ക് ചെയ്യുന്നു, ഇതിൽ സെൻട്രൽ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, ഭാര്യയ്ക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം, ഭാര്യയ്ക്ക് കിട്ടാനുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം, നമുക്ക് തീർച്ചയായിട്ടും അത് ഇതായിട്ട് കൊടുക്കാം, പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോഴ്സുകളുമായി അന്വേഷിക്കുമ്പോൾ ആ പൈസ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. 1-2 പ്രാവശ്യം പാർലമെൻറ്റിൽ പോലും അതിനെ സംബന്ധിച്ച് ചർച്ച വരികയും ആ പണം കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കേണ്ടതുണ്ട് നയപരമായി. കാരണം കോവിഡ് കാലമായതുകൊണ്ട് ഒരു പോളിസി തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ മറ്റൊരു വോയിസ്, ഒരു 1 മിനിറ്റ് 35 സെക്കൻഡുള്ള ഒരു വോയിസ് കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. ആളുകളുടെ ദുരിതം എത്രമാത്രമുണ്ടെന്ന് മനുഷ്യർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേരളം നമ്പർ 1 ഒന്നാമതാണ്. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കേരളം എന്ന് പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടാവും നമുക്ക്. പിന്നെ ഭയങ്കര സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഒന്നുമല്ല, യഥാർത്ഥ മനുഷ്യൻ്റെ ജീവിതം വളരെ ദുരിതമാണ്. നിർമ്മല സീതാരാമനോട് പറയാനുള്ളത് ആ 18 മാസത്തെ ഡി ആറും അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതിനുള്ള നടപടികൾ സ്വീകരിക്കണം. കേരളത്തിൽ വരുമ്പോൾ, വീണ്ടും കേരളത്തിലേക്ക് വരുമ്പോൾ, ഇവിടെ ഞാൻ ഈ പറയുന്ന വോയിസ് മുഴുവൻ കേൾക്കണം. വളരെ രസകരമാണ് കേരളത്തിലെ കാര്യങ്ങൾ. 85 വയസ്സ് കഴിഞ്ഞ ആളിന് അടുത്ത 8 പ്രാവശ്യം കൊണ്ട് ഡി എ കിട്ടുമ്പോൾ അദ്ദേഹത്തിന് 89 വയസ്സാകും. ചിലപ്പോൾ 100 വയസ്സ്, ഇതിൽ 90 വയസ്സ് കഴിഞ്ഞാൽ പി എഫിൽ നിന്ന് എടുക്കാനും പറ്റും. എന്തിനാണ് ഇങ്ങനെ ഡി എ? അതുകൊണ്ട് ഡി എ തന്നെ നിർത്തലാക്കി ആനുവൽ ഇൻക്രിമെൻ്റ് കൊടുത്താൽ പോരെ. ഓരോ വർഷവും 4-5%, 5%, മാക്സിമം 6%. അപ്പോൾ 5% ഒന്ന് ഫിക്സ് ചെയ്ത് ഓരോ വർഷവും അടുത്ത വർഷം അക്കാഡമിക് അല്ലെങ്കിൽ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ എല്ലാവരുടെയും ശമ്പളത്തിലും ഡി ആറിലും ഒരേ സമയം, ശമ്പളത്തിലും ഒരേ മാസം ഒരേ സമയം 5% ഇൻക്രിമെൻ്റ് കൂട്ടുന്ന ഒരു നിയമം പോരെ എന്നുള്ളതാണ്. എന്തിനാണ് ഡി എ എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കണം? വില ഇൻഡെക്സ് നോക്കണം, കേന്ദ്രം പ്രഖ്യാപിക്കണം, സംസ്ഥാനം പ്രഖ്യാപിക്കണം. പിന്നെ ഇങ്ങനെ നീട്ടി മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന ഒരു പണിയാണ് ഡി എയും ഡി ആറും. അത് വേണ്ട. അതിന് പകരം ഇത് വളരെ കൃത്യമായി എന്ത് ചെയ്യുക, ഒരു ഇൻക്രിമെൻ്റ്, ആനുവൽ ഇൻക്രിമെൻ്റ് കൊടുത്താൽ രണ്ടും തുല്യമല്ലേ. ആളുകൾക്ക് പണം കിട്ടിയാൽ മതിയല്ലോ, വർഷത്തിലൊരിക്കൽ കിട്ടിയാൽ മതി, 6 മാസത്തിലൊരിക്കൽ കൊടുക്കണമെന്നുമില്ല. ഇനി 5% എന്നുള്ളത് 3 ആക്കിയിട്ട് 3, 2.5 അല്ലെങ്കിൽ 3 അങ്ങനെ 6 ആക്കണം. അങ്ങനെയാണെങ്കിൽ 1% വീതം ഒരു ഇൻക്രിമെൻ്റ് പോലെ അങ്ങ് കൊടുത്താൽ പിന്നെ ശല്യമില്ല.
ഈ ഇതിൻ്റെ പുറത്ത് ഒരു ഇൻസെൻറ്റീവ്, ഇൻക്രിമെൻ്റ് എന്ന് പേരിട്ടാൽ പിന്നെ ഇൻക്രിമെൻ്റ് കൊടുക്കുന്ന വേറെ സംവിധാനം ഉള്ളതുകൊണ്ട് ഒരു ഇൻസെൻറ്റീവ്, ആനുവൽ ഇൻസെൻറ്റീവ് എന്ന പേരിട്ടിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം ഒരു 5% തുക അവരെ ശമ്പളത്തിൻ്റെ ഓരോരുത്തരുടെ 5% തുക DRൻ്റെയും DAയുടെയും കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനവും കേന്ദ്ര സർക്കാരും എടുക്കണം, കേരള സർക്കാരും എടുക്കണം. കാരണം കാലാകാലങ്ങളിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായ കാര്യം. കഴിഞ്ഞ ദിവസം കോർട്ട് ഇലക്ഷൻ വരുമോ എന്നുള്ള കാരണം കൊണ്ട് മാത്രം മമതാ ബാനർജി എന്ത് ചെയ്യാൻ തുടങ്ങി, DA കൊടുക്കാനുള്ള നടപടികൾ ഇതാരംഭിക്കുന്നു എന്നുള്ള ഒരു തരികിട തക്കിട പരിപാടി അവിടെ ആരംഭിച്ചു. കൊടുത്തിട്ടില്ല, കൊടുക്കും എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. കാരണം സുപ്രീം കോടതിയുടെ അലക്ഷ്യം വരുമോ, കോർട്ട് ഇലക്ഷൻ വരുമോ എന്നുള്ള ഒരു ഭയം മമതാ ബാനർജിയെ നന്നായി ചുറ്റുന്നുണ്ട്. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ DA സംബന്ധിച്ച് മോദി കൊടുക്കാനുള്ള DAയും കൊടുക്കണം. അതിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ മിസ്റ്റർ ബാലഗോപാലിനെ പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം കൊടുത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമൻ കൊടുക്കാനുള്ളത് അവർ കൊടുക്കണം, കൃത്യമായി അവർ കൊടുക്കണം. അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആളുകളുടെ പിന്നെ ആളുകൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരോട് ഇത് പറയണം. സംസ്ഥാന ഗവൺമെൻറ് ആളുകൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവിടെ സംസ്ഥാന ഗവൺമെൻറ് കാര്യങ്ങൾ ചോദിക്കണം. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻകാരും അതുപോലെ KGOക്കാരും NGOക്കാരും. അതിൽ പിന്നെ ഒരു ഗുണമുണ്ട്, കേരളത്തിലെ ഭരണകക്ഷി പ്രതിപക്ഷ എല്ലാവർക്കും, NGO യൂണിയനും അസോസിയേഷനും KGOക്കാരും KGUക്കാർക്കും എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാമല്ലോ. കാര്യം മോദിക്കെതിരെയാണല്ലോ സമരം. അങ്ങനെ ഒന്നിച്ച് നിന്ന് ഫൈറ്റ് ചെയ്യണം. നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദി ആയാലും അമ്മാവനായാലും മരുമോനായാലും കൊച്ചണ്ണനായാലും മെച്ചമ്പി ആയാലും അളിയനായാലും സർക്കാർ ജീവനക്കാർക്കും ഈ പണിയെടുക്കുന്നവർക്കും സേവനം നൽകുന്നവർക്കും എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുണ്ടെങ്കിൽ അത് യഥാസമയം കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഗർജിക്കും, ഞങ്ങൾ ബഹളം ഉണ്ടാക്കും. അങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ആരും കമ്പ് എടുത്തുകൊണ്ട് വരേണ്ട കാര്യമില്ല. നിങ്ങൾ കൃത്യമായി നമുക്ക് അതും ഞങ്ങൾ ഇന്ന് പറയുന്നു. ഇത് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോയുടെ ഇടയ്ക്ക് പറയുമ്പോൾ ഇത് വീണ്ടും അത് പലരും കേട്ടതായിട്ടൊന്നും ഭാവിക്കുന്നില്ല, അല്ലെങ്കിൽ കേട്ടാലും അത് പോരാ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത്. എന്തായാലും നിർമ്മല സീതാരാമൻ മേഡം കോവിഡ് കാലത്തെ DAയും DRും ഉടനെ തന്നെ കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. അതെ, എൻ്റെ പേര് രാജ്കുമാർ എന്നാണ്. എൻ്റെ മിസ്സസിന് വേണ്ടിയിട്ടാണ്. ആൾ പെൻഷനറാണ്. ലാസ്റ്റ് 9 yearsആയിട്ട് ആൾ സുഖമില്ലാതെ കിടപ്പിലാണ്. ഈ പാർക്കിൻസൺസ് ആയിരുന്നു. ആദ്യം 5 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ 4-5 വർഷമായിട്ട് ബെഡിൽ തന്നെ ശരിക്കും. അപ്പോൾ ഈ മെഡിസിൻ വേണം വാസ്തവത്തിൽ. മെഡിസിൻ ചില മാസമൊക്കെ 17,000-18,000 rupees വരും. ചില മാസം 12-13 വരുന്നുള്ളൂ. ഞങ്ങൾ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര പിന്നെ ഒരു കുട്ടിയെ നോക്കാൻ വേണം. അങ്ങനെ ഞങ്ങൾ വളരെ ഇതിലാണ്, ഭയങ്കര അവസ്ഥ. അപ്പോൾ ഈ DRൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് ഈ പെൻഷൻ ഇത്രയും ഈ അവസ്ഥയുള്ളവർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കണ്ടേ വാസ്തവത്തിൽ. സാറ് പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞോളൂ, വളരെ ബുദ്ധിമുട്ടിലാണ്. സാധാരണ തെണ്ടാന്നൊക്കെ പറഞ്ഞ ഒരു പോലെയാണ്. ആരോടൊക്കെ ചോദിക്കുക, ഈ സർവീസിൻ്റെ കൂടെയുള്ളവരൊന്നും ആരിപ്പോൾ അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ സാറിത് വളരെ സീരിയസ് മാറ്ററാണ് വാസ്തവത്തിൽ. ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഞങ്ങൾ കാസർഗോഡാണത്. ശ്രീകാരം ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കാസർഗോഡ്, അവിടെ 5 സെൻറ്റ് സ്ഥലം മേടിച്ചൊരു വീടും വെച്ചു. അപ്പോൾ ഞങ്ങൾ ടോട്ടലി ഔട്ട് ഓഫ് ഇതായി. എനിക്ക് ഒന്നുമില്ല, ജോലിയൊന്നുമില്ല. ഞാൻ കുറേ കൂടെ ഏജ്ഡാണ്. ഞാൻ പാരലൈസ് ഉണ്ടായതാണ്. ഇപ്പോൾ കുറേ ആശ്വാസമായി വന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ സിറ്റുവേഷൻ, മക്കളും ഇല്ല. അങ്ങനെ സാറേ ഇതൊക്കെ ഒന്നും പറയേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. താങ്ക് യു.